ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. A+ ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് അല്ലെ, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. ഇതാണ് ഒരു കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടി പറ്റും അല്ലെ. എന്താ, മധ്യഭാഗത്ത് കനം കൂടുതലായിരിക്കും, തിക്കർ ഇൻ ദ മിഡിൽ. അതുപോലെ തന്നെ തിന്നർ ഇൻ ദി എഡ്ജസ്, അരികുകൾ കനം കുറഞ്ഞതായിരിക്കും. ഒരു കോൺവെക്സ് ലെൻസിന്റെ മധ്യഭാഗം കനം കൂടുതലും അതേപോലെ തന്നെ അരികുകൾ കനം കുറഞ്ഞതുമായിരിക്കും. അതേസമയം ഒരു കോൺകേവ് ലെൻസിന്റെതോ മധ്യഭാഗം കനം കുറഞ്ഞതായിരിക്കും, പക്ഷെ അരികുകൾ എന്തായിരിക്കും? കനം കൂടിയതായിരിക്കും. തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ ഇൻ ദ എഡ്ജസ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയെ നോക്ക്, ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സംരചിപ്പിക്കുക എന്ന് പറയാം, കൺവേർജ് ചെയ്യുക എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് ലെൻസിന് എന്തെന്ന് പറയാം? കൺവേർജിങ് ലെൻസ് എന്ന് പറയാം. പ്രകാശരശ്മികളെ സംരചിപ്പിക്കുന്നു. ഒരു കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ സംരചിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കൺവേർജിങ് ലെൻസ്, ലൈറ്റിനെ കൺവേർജ് ചെയ്യുന്നു. അതേസമയം ഒരു കോൺകേവ് ലെൻസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയെ നോക്ക്, ഇങ്ങനെ അകന്നകന്ന് പോവുക ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? വിവ്രജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് പറയാം? ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാം. ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു. ഇതിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാല് കൺവേർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയെ സംരചിപ്പിക്കുന്നു. അതേസമയം കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയെ എന്ത് ചെയ്യുന്നു? വിവ്രജിപ്പിക്കുന്നു, ഡൈവേർജ് ചെയ്യുന്നു. ഇതാണ് ഒരു കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്ന് പറഞ്ഞാല്. ഇനി നോക്കുക, മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒന്നുമില്ല, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഇതാണ് എന്തെന്ന് പറഞ്ഞാല് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അല്ലെ, പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മി നോക്കുക. പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മി കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അപവർത്തനത്തിന് ശേഷം ലെൻസിന്റെ മറുവശത്ത് ഇതേ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാ. പ്രിൻസിപ്പൽ ഫോക്കസിനെ നമ്മൾ, മുഖ്യ ഫോക്കസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രകാശരശ്മിയെ അപവർത്തനത്തിന് ശേഷം ലെൻസിന്റെ മറുവശത്ത് സംരചിപ്പിക്കുന്നു. ആ പോയിന്റിനെയാണ് എന്തെന്ന് പറയാ? പ്രകാശിക അക്ഷത്തിലെ ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മുഖ്യ ഫോക്കസ് എന്ന് പറയുക. ഓക്കെ, ലൈറ്റ് റേ വിച്ച് ഈസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ, അപവർത്തനത്തിന് ശേഷം അതേ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് എന്തെന്ന് പറയാം? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാം. ഇതില് പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം, നമുക്കറിയാം ഓൾറെഡി കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈവേർജ് ചെയ്യിപ്പിക്കും അല്ലെ, വിവ്രജിപ്പിക്കുക ചെയ്യാം. നോക്കുക, അതേ വശത്തെ ഈ ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ലേ? നോക്ക്, ഇത് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അത് ലെൻസിന്റെ അതേ വശത്തെ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നുമാണ് ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയാം. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസും അതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസും പഠിച്ചു വെക്കുക. മുഖ്യ ഫോക്കസ് നമ്മൾ ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നോക്കുക, ലെൻസിന്റെ മധ്യഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രകാശിക കേന്ദ്രം അല്ലെ. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ഈ ഒരു മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം, ഇവിടെ നിന്ന് ഈ ഒരു മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്ന് പറയാ. ഫോക്കസ് ദൂരത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഒരു കോൺകേവ് ലെൻസിന്റെ കേസിൽ നോക്കുക, ഈ മുഖ്യ ഫോക്കസിൽ നിന്നും ലെൻസിന്റെ ഈ ഒരു മധ്യഭാഗത്തിലേക്കുള്ള ദൂരമാണ് എന്തെന്ന് പറഞ്ഞാല് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാല്. ഓക്കെ, ഫോക്കൽ ലെങ്ത്, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന ചോദ്യം. പി ക്യു എന്ന് പറഞ്ഞ ഒരു ലെൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല്.
നോക്കുക, ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? പ്രകാശരശ്മി വരുന്നുണ്ട്. അത് ലെൻസിലൂടെ കടന്നു പോയതിനു ശേഷം ഇത് എന്ത് സംഭവിക്കുന്നു? ഡൈവേർജ് ചെയ്യുന്നു അല്ലെ, വിഭജിക്കുക ചെയ്യുന്നത്. അപ്പൊ ഏത് ലെൻസ് ആണ് ഡൈവേർജ് ചെയ്യിക്കുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഇവിടെ പി ക്യൂ എന്ന് പറയുന്നത് ഏത് ലെൻസ് ആയിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങളോട് നോക്കാം, ഒബ്ജക്ട് നിന്ന് വരുന്ന പ്രകാശരശ്മി ഇങ്ങനെയാ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ലെൻസ് ആയേനെ? കോൺവെക്സ് ലെൻസ് ആയേനെ. ഈ ഒരു കേസിൽ അത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ടു ടൈപ്സ് ഓഫ് ഇമേജ്. രണ്ട് തരത്തിലുള്ള ഇമേജ് പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തത് റിയൽ ഇമേജ്, അതുപോലെ തന്നെ മറ്റതാണ് വെർച്വൽ ഇമേജ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബം. എന്താണ് ഈ യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാല്? നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന പ്രതിബിംബത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയാം. നമുക്കൊരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഇമേജിനെ കാണാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ ഇമേജ് എന്ന് പറയാ. ഇമേജസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ ഇസ് കോൾഡ് റിയൽ ഇമേജ്. അതേസമയം എന്താണ് വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാല്? ഇമേജസ് ദാറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ. സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ വേണ്ടി കഴിയാത്ത പ്രതിബിംബത്തിനെയാണ് എന്തെന്ന് പറയാ? വെർച്വൽ ഇമേജ് എന്ന് പറയാ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത് റിയൽ ഇമേജും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തത് വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബവുമാണ്. ഓക്കെ, ഇനി റിയൽ ഇമേജിന്റെ പ്രത്യേകതയാണ്, റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായതായിരിക്കും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒബ്ജക്റ്റ് എങ്ങനെയാണോ അതിന് തലകീഴായിട്ടായിരിക്കും എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. ഇനി അതേസമയം വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബത്തിന്റെ പ്രത്യേകതയാണ് അത് ഇറക്റ്റ് ഇമേജ്. നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ്, ഒബ്ജക്റ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ നിവർന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞാല്? ഇമേജ് എന്നും പറഞ്ഞാല്. ഇപ്പൊ റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുമ്പോൾ യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? തല കീഴായതായിരിക്കും. ഓക്കെ, ഇൻവേർട്ടഡ് ആയിരിക്കും. പക്ഷെ വെർച്വൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. മിഥ്യാ പ്രതിബിംബം എപ്പോഴും നിവർന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. കംപ്ലീറ്റ് ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഡൗൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ്. ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് മാർക്ക് ചെയ്യാം. ഇതെന്താണ്? എഫ്, 2F. അതേപോലെ ഈ പോയിന്റ് എഫ്, 2F. ഇനി ഇത് നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല്, ഈ ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ എഫിലേക്ക് എത്ര ഡിസ്റ്റൻസ് എടുക്കുന്നോ അതേ ഡിസ്റ്റൻസ് വേണം നിങ്ങൾ എഫിൽ നിന്നും 2Fലേക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ഇപ്പുറം സൈഡിലും. ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും എഫിലേക്ക് എത്ര ദൂരം എടുക്കുന്നോ അതേ ഡിസ്റ്റൻസ് വേണം നിങ്ങൾ ഈ എഫിൽ നിന്നും 2Fലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും എഫിലേക്ക് ഞാൻ 2 സെന്റിമീറ്റർ എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതേ 2 സെന്റിമീറ്റർ ആയിരിക്കണം എഫിന്റെയും 2Fന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെയും അതുപോലെ എഫിന്റെയും ഒന്റെയും ഇടയിൽ 2 സെന്റിമീറ്റർ ആയിരിക്കണം. അതേ 2 സെന്റിമീറ്റർ ആയിരിക്കണം എഫിന്റെയും 2Fന്റെയും ഇടയിലുള്ളത്. നിങ്ങൾ വരക്കുമ്പോൾ ഈ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് തന്നെ വരക്കാൻ വേണ്ടി നോക്കാം. ഇനി നമുക്കറിയാം ഇവിടെ എവിടെയാണ് വസ്തു ഉള്ളത്? വസ്തു ഉള്ളത് 2Fന്റെ പുറകില്. ഓക്കെ, 2Fന്റെ പുറകിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ, ഇമേജ് വെക്കുന്നതെങ്കിൽ നമുക്ക് എവിടെയായിരിക്കും, സോറി, ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമുക്ക് എവിടെയായിരിക്കും ഇമേജ് കിട്ടുക? ഇമേജ് കിട്ടുക എഫിന്റെയും 2Fന്റെയും ഇടയിലായിരിക്കും. അത് നമുക്കറിയാം അല്ലെ, ഓൾറെഡി നമുക്കറിയാം. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വരച്ചിട്ടും ഇത് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ പ്രകാശരശ്മി നോക്കുക, ഒബ്ജക്റ്റിൽ നിന്നും പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ വരക്കുന്നു. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ അത് ഏതിലൂടെ കടന്നു പോകും? അത് പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൂടി കടന്നു പോകും. പ്രകാശിക അക്ഷത്തിന്, ഒരു കോൺവെക്സ് ലെൻസിൽ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു വരുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും. അതാണ് ഒന്നാമത്തെ നിയമം. അതാണ് നമ്മൾ ഇവിടെ വരക്കേണ്ടത്. ഇനി രണ്ടാമത്തെ നോക്കുക, പ്രകാശിക കേന്ദ്രത്തിലെ കൂടി കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മി, പ്രകാശിക കേന്ദ്രത്തിലെ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം അതിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ടാവും? ഇല്ല, അതിന് വ്യതിയാനം സംഭവിക്കുന്നില്ല. അത് ഡീവിയേഷൻ ഇല്ലാണ്ട് നേരെ കടന്നു പോകും. പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്ററിലേക്ക് കടന്നു പോകുന്നതിന് എന്ത് സംഭവിക്കുന്നില്ല? ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റിൽ ഇത് എന്ത് ചെയ്തു? കൂട്ടിമുട്ടി അല്ലെ? ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പൊ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയായിരിക്കും എന്ത് ഫോം ചെയ്യുക? നമ്മുടെ പ്രതിബിംബം ഫോം ചെയ്യുക. അപ്പൊ ഇവിടെയാണ് എന്തുണ്ടാവുക? നമ്മുടെ പ്രതിബിംബം ഉണ്ടാവുക, ഇമേജ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഇത് കൂട്ടിമുട്ടുന്നുള്ളത് കൊണ്ട് തന്നെ അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു, റിയൽ ഇമേജ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ സൈസ് നോക്കുക, ഇതാണ് നമ്മുടെ വസ്തു, ഒബ്ജക്റ്റ്.
വസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജിന്റെ സൈസ് എന്താണ്? ചെറുതാണ്. ഓക്കെ, പ്രതിബിംബത്തിന് വലിപ്പം കുറവാണ്. അപ്പൊ അതെന്താണ്? ഡിമിനിഷ്ഡ് ആണ്. പൊസിഷൻ എഫിന്റെയും ടു എഫിന്റെയും ഇടയിൽ. നമുക്ക് ഇവിടെ എവിടെയാണ് പ്രതിബിംബം കിട്ടുക? ലെൻസിന്റെ മറുവശത്ത്, ലെൻസിന്റെ മറ്റേ സൈഡിൽ എഫിന്റെയും ടു എഫിന്റെയും ഇടയിൽ നമുക്ക് പ്രതിബിംബം കിട്ടുന്നു, ഇമേജ് കിട്ടുന്നു. ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതൊരു റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായതായിരിക്കും. അതുപോലെ തന്നെ വലിപ്പം വസ്തുവിനേക്കാളും ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ്. യഥാർത്ഥ പ്രതിബിംബം തലകീഴായത്, ചെറുത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടായ പ്രതിബിംബം നിവർന്നതും വലുതുമാണെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം കണ്ടെത്തുക. ഇത് വളരെ എളുപ്പമാണ്. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു കോൺവെക്സ് ലെൻസിൽ ഓരോ പൊസിഷനിൽ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് എവിടേക്കാണ് ഇമേജ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കേസിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബം കിട്ടുന്നുള്ളൂ, അല്ലെ? ആ മിഥ്യാ പ്രതിബിംബം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും. അപ്പൊ കോൺവെക്സ് ലെൻസിൽ നിവർന്ന ഒരു പ്രതിബിംബം ഉണ്ടാകുന്ന ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വസ്തു എവിടെ വെക്കുമ്പോഴാണ്? വസ്തു എഫിന്റെയും ഒന്റെയും ഇടയിൽ വെക്കുമ്പോഴാണ്. പ്രകാശിക കേന്ദ്രത്തിന്റെയും മുഖ്യ ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്താണ്? മിഥ്യാ പ്രതിബിംബമാണ്. മിഥ്യാ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? നിവർന്നതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ വലിപ്പം എന്താണ്? മാഗ്നിഫൈഡുമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എവിടെയാണെന്ന്? എഫിന്റെയും ഒന്റെയും ഇടയിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ വരക്കാണെന്ന് നോക്കോ. ഇത് എഫ് ടു എഫ്. വരക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അളന്നിട്ട് മാത്രം മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എഫ് ടു എഫ്, ഇതാണ് നമ്മുടെ പ്രകാശിക കേന്ദ്രം. ഓക്കെ, എഫിന്റെയും ടു എഫിന്റെയും ഇടയിൽ ഞാൻ ഒരു വസ്തു വെക്കുന്നെന്ന് വിചാരിക്കാം. ഓക്കെ, വസ്തു വെക്കുന്നു. ഒന്നാമത്തെ പ്രകാശരശ്മി എന്ത് ചെയ്യും? ഒന്നാമത്തെ പ്രകാശരശ്മി പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. ഓക്കെ, ഒന്നാമത്തെ പ്രകാശരശ്മി പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ഒരു പ്രകാശരശ്മി കടന്നു പോകുന്നതെങ്കിൽ അത് ഏതിലൂടെ ആയിരിക്കും പോവുക? അത് എഫിലൂടെ ആയിരിക്കും പോവുക. ഓക്കെ, മുഖ്യ ഫോക്കസിലൂടെ ആയിരിക്കും പോവുക. അപ്പൊ ഇതെന്ത് ചെയ്യും? മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി രണ്ടാമത്തെ പ്രകാശരശ്മി എങ്ങനെ വരയ്ക്കണം? രണ്ടാമത്തെ പ്രകാശരശ്മി പ്രകാശിക കേന്ദ്രത്തിലെ കൂടി വരയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ പ്രകാശരശ്മി പ്രകാശിക കേന്ദ്രത്തിലെ കൂടി വരക്കുന്നു. പ്രകാശിക കേന്ദ്രത്തിലെ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല? വ്യതിയാനം സംഭവിക്കുന്നില്ല. ഓക്കെ, ഇതിന് വ്യതിയാനം സംഭവിക്കില്ല. അപ്പൊ നോക്കുക, ഇത് ശരിക്കും ഈ രണ്ട് പ്രകാശരശ്മിയും എവിടെയെങ്കിലും കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇതിങ്ങനെ കടന്നു പോയാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരിക്കലും എവിടെയും കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ എന്തുണ്ടാവൂല? ഒരു റിയൽ ഇമേജ് എന്തായാലും, ഒരു യഥാർത്ഥ പ്രതിബിംബം ഒരിക്കലും എന്തുണ്ടാവൂല? എവിടെ ഉണ്ടാവൂല. പക്ഷെ നോക്കുക, ഇത് ഇങ്ങോട്ടേക്ക് നമ്മൾ നീട്ടി വരക്കുവാണെങ്കിൽ ഈ ലെൻസിന്റെ നമ്മൾ എവിടെയാണോ വസ്തു വെക്കുന്നത് അതേ വശത്ത് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? അതേ വശത്ത് കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ ഇവിടെ എന്തുണ്ടാകും? ഒരു മിഥ്യാ പ്രതിബിംബം ഉണ്ടാകും. ഓക്കെ, മിഥ്യാ പ്രതിബിംബം ഉണ്ടാവും. മിഥ്യാ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? നിവർന്നതായിരിക്കും. മിഥ്യാ പ്രതിബിംബം എപ്പോഴും നിവർന്നതായിരിക്കും. അപ്പൊ നോക്കുക, എഫിന്റെയും ഒന്റെയും ഇടയിൽ, ഒരു കോൺവെക്സ് ലെൻസിൽ എഫിന്റെയും ഒന്റെയും ഇടയിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ, നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മിഥ്യാ പ്രതിബിംബം കിട്ടും, വെർച്വൽ ഇമേജ് കിട്ടും. അതെന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വസ്തു. വസ്തുവിന്റെ സൈസിനേക്കാളും വലുതാണ് നമ്മുടെ പ്രതിബിംബത്തിന്റെ സൈസ്, അല്ലെ? അപ്പൊ മാഗ്നിഫൈഡ് ആണ്. അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ? ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്ട്. അപ്പൊ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് ടു, എഫ് ആൻഡ് ഒ. ഓക്കെ, പ്രകാശിക കേന്ദ്രത്തിന്റെയും മുഖ്യ ഫോക്കസിന്റെയും ഇടയിലായിരിക്കും എന്ത് വെക്കുക? നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുക. ഇനി ഇത് നോക്കുക,
ഒരു ലെൻസില് ഇതാണ് നമ്മുടെ പ്രകാശിക കേന്ദ്രം അല്ലെ, O എന്ന് പറഞ്ഞാല്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും നമ്മൾ ഒബ്ജക്റ്റിലേക്ക് അളക്കുന്നത്, അതായത് നമ്മുടെ വസ്തുവിലേക്ക് അളക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാ ഡിനോട്ട് ചെയ്യുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. ഇനി നോക്കുക, ഇമേജിലേക്കുള്ള ദൂരം. ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമേജിലേക്കുള്ള ദൂരം നമ്മൾ വി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, അതായത് വസ്തുവിലേക്കുള്ള ദൂരം യു എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടും ഇമേജിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ, കാർട്ടീഷ്യൻ ചിഹ്ന രീതി പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു ലെൻസിൽ എന്ത് കാര്യവും മെഷർ ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം, ഈ ലെൻസിന്റെ മിഡ് പോയിന്റ്, അതായത് ഒപ്റ്റിക് സെന്ററിൽ നിന്നായിരിക്കണം. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വേണം നമ്മൾ എല്ലാ അളവുകളും അളക്കാൻ വേണ്ടി, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, തുടങ്ങാൻ വേണ്ടിയിട്ട്. എവിടെ നിന്ന്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും. അപ്പൊ നോക്കുക, നമുക്ക് ഇപ്പം ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അളക്കണം എന്ന് വിചാരിക്കുക. എങ്ങനെയാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അളക്കുക, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. ഇമേജ് ഡിസ്റ്റൻസ് അളക്കണം എന്ന് വിചാരിക്കുക, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരം, അതാണ് ഇമേജ് ഡിസ്റ്റൻസ്. ഇനി ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് അളക്കണം എന്ന് വിചാരിക്കുക, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം. അപ്പൊ എല്ലാ മെഷർമെന്റും നമ്മൾ അളക്കാൻ വേണ്ടി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്, എവിടെ നിന്നാണ്, ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നാണ്. അതാണ് ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമം നോക്കുക, ഇതാണ് നമ്മുടെ പ്രകാശിക അക്ഷം അല്ലെ. പ്രകാശിക അക്ഷത്തിന് മുകളിലോട്ടുള്ളതെല്ലാം എന്തായിരിക്കും, മുകളിലോട്ട് നമ്മൾ അളക്കുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. പ്രകാശിക അക്ഷത്തിന് താഴോട്ടേക്ക് അളക്കുന്നതെല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവും താഴോട്ടേക്കുള്ളതെല്ലാം എന്തായിരിക്കും, നെഗറ്റീവും ആയിരിക്കും. അപ്പൊ നോക്കുക, ഒബ്ജക്റ്റ് ഇപ്പൊ നോക്കുക ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടാണുള്ളത്. അതെന്താണ്, അതിന്റെ ഹൈറ്റ് പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടെ എന്ത് പറയും, പോസിറ്റീവ് ആയിട്ട് പറയും. പക്ഷെ ഇമേജിന്റെ ഹൈറ്റ് നോക്കുക, പ്രകാശിക അക്ഷത്തിൽ നിന്നും താഴോട്ടേക്കാണുള്ളത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, നെഗറ്റീവ് ആയിട്ട് പറയും. ഓക്കെ, ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രകാശിക അക്ഷത്തിന് മുകളിലോട്ട് അളക്കുന്നതെല്ലാം പോസിറ്റീവും താഴോട്ടേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവും ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇവിടെയാണ് നമ്മുടെ വസ്തു ഉള്ളത്. അപ്പൊ വസ്തുവിന്റെ സൈഡിൽ നിന്നായിരിക്കും എന്ത് വരിക, പ്രകാശരശ്മി കടന്നു വരിക, പതനരശ്മി വരിക, ഇൻസിഡന്റ് റേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും എന്തെന്ന് വരുന്നുണ്ടാവുക, ഇൻസിഡന്റ് റേ വരിക, പതനരശ്മി വരിക. അതിൽ സംശയമൊന്നുമില്ലല്ലോ. പതനരശ്മിയുടെ അതേ ദിശയിൽ നമ്മൾ അളക്കുന്നതെല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പതനരശ്മി എങ്ങോട്ടേക്കാണോ അതിന്റെ എതിർ ദിശയിൽ അളക്കുന്നതെല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇൻസിഡന്റ് റേന്റെ സെയിം ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവും ഇൻസിഡന്റ് റേന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അളക്കുന്നതെല്ലാം നെഗറ്റീവും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഇമേജ് ഡിസ്റ്റൻസ് അളക്കണം എന്ന് വിചാരിക്കുക. എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വി അല്ലെ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പൊ നോക്കുക, പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അതാണ് ഇമേജ് ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ, ഡയറക്ഷൻ എങ്ങോട്ട് വരും, ഇങ്ങോട്ടേക്ക് വരും. പതനരശ്മിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് തന്നെയാണ്, ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അപ്പൊ ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ നമ്മളിപ്പം ഇമേജ് ഡിസ്റ്റൻസ് അളന്ന ഡയറക്ഷനും എന്താണ്, സെയിം ഡയറക്ഷനിലാണ്. പതനരശ്മിയുടെ അതേ ഡയറക്ഷനിൽ അളക്കുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ വി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നോക്കാം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വസ്തുവിലേക്കുള്ള ദൂരം അല്ലെ, വസ്തുവിലേക്കുള്ള ദൂരം എനിക്ക് അളക്കണം. അപ്പൊ അളക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും എവിടെ നിന്ന് തുടങ്ങണം, പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം എങ്ങോട്ടേക്കാണ് അളന്നത്, ഈ ദിശയിലേക്ക് അല്ലെ. അപ്പൊ നോക്കുക, പതനരശ്മി ഈ ദിശയിലാണ്, പക്ഷെ ഞാൻ അളന്നതോ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അളന്നത് ഈ ദിശയിൽ. ഇത് ഒരേ ഡയറക്ഷൻ ആണോ, അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ. അപ്പൊ നോക്കുക, ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ പഠിച്ചു വെച്ച ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം പതനരശ്മി എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, ഒബ്ജക്റ്റിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അളക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും, എപ്പോഴും ഈ ഇൻസിഡന്റ് റേന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ഫോം ചെയ്യുക, അപ്പൊ അതെന്താവും, പോസിറ്റീവ് ആവും. പക്ഷെ വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഈ സൈഡിൽ ഫോം ചെയ്യൂലേ, അപ്പൊ അതെന്താകും, നെഗറ്റീവ് ആവും. അപ്പോ ഈ ഇമേജ് ഡിസ്റ്റൻസ് അത് വെർച്വൽ ഇമേജ് ആണോ റിയൽ ഇമേജ് ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. യു എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക.
അപ്പൊ ഈ 3 പോയിന്റ് ആണ് നമുക്ക് കാർട്ടീഷ്യൻ ചിഹ്ന രീതി, കാർട്ടീഷ്യൻ സൈൻ കൺവേർഷനിൽ പഠിക്കാനുള്ളത്. എല്ലാ മെഷർമെന്റും നമ്മൾ ലെൻസിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത് അതിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പ്രകാശിക അക്ഷത്തിന് മുകളിലോട്ട് അളക്കുന്നതൊക്കെ പോസിറ്റീവ് ആയിരിക്കും, പ്രകാശിക അക്ഷത്തിന് താഴോട്ടേക്ക് അളക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ട് അളക്കുന്നതെല്ലാം പോസിറ്റീവും ഒപ്റ്റിക് ആക്സിന് താഴോട്ടേക്ക് മെഷർ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി, പതനരശ്മിയുടെ അതേ ഡയറക്ഷനിൽ, സെയിം ഡയറക്ഷനിൽ, അതേ ദിശയിൽ അളക്കുന്നതൊക്കെ പോസിറ്റീവ് ആയിരിക്കും, പതനരശ്മിയുടെ എതിർ ദിശയിൽ അളക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇൻസിഡന്റ് റേന്റെ സെയിം ഡയറക്ഷനിൽ അളക്കുന്നതൊക്കെ പോസിറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അളക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വരും. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസിൽ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയായിരിക്കും? ഓക്കെ, ഇവിടെ നിന്നാണ് പ്രകാശരശ്മി വരുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് പ്രകാശരശ്മി വരുന്നതെങ്കിൽ ലെൻസിന്റെ മറുവശത്ത് അതിനെ കൺവേർജ് ചെയ്യുന്ന പറയാ, മറുവശത്താണ് സംരചിപ്പിക്കുക. അപ്പൊ നോക്ക്, ഇവിടെ ആയിരിക്കും എന്ത് ഉണ്ടാവുക, ഫോക്കസ് ഉണ്ടാവുക, പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടാവുക. സംശയമില്ലല്ലോ. അപ്പൊ നോക്ക്, പതനരശ്മി ഇങ്ങോട്ടേക്കാണ് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ പോകുന്നത്. പതനരശ്മിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. ഫോക്കസ് ദൂരം എങ്ങനെയാ അളക്കുക? ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം, അതല്ലേ ഫോക്കസ് ദൂരം. അപ്പൊ പതനരശ്മി അളക്കുന്ന അതെങ്ങോട്ടേക്കാണോ പോകുന്നത് അതേ ദിശയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ എന്തുള്ളത്, ഫോക്കസ് ദൂരവും ഉള്ളത്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ എഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കോൺകേവ് ലെൻസ് എടുത്തു എന്ന് വിചാരിക്കാം. ഇതാണ് ഒരു കോൺകേവ് ലെൻസ് അല്ലെ. കോൺകേവ് ലെൻസ് ഉണ്ട്. നമ്മൾ എന്ത് വരച്ചു? പ്രകാശിക അക്ഷം വരച്ചു. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഇവിടെ ഫോക്കസ് എവിടെയായിരിക്കും? നോക്കുക, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മി ഒബ്ജക്റ്റ് എവിടെയാണോ വെക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശരശ്മി എവിടെ നിന്നാണോ വരുന്നത് അതേ സൈഡിൽ ഒരു പോയിന്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് പറയാം. അപ്പൊ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എന്ത്, നമ്മുടെ ഫോക്കസ് ദൂരം എന്ന് പറയാം. ഇവിടെ പതനരശ്മി വരുന്നത് നോക്കടാ, ഈ ഡയറക്ഷനിലാണ് അല്ലെ. ഇനി ഫോക്കസ് ദൂരം അളക്കുന്നത് നമ്മ ഏതാണ്, ഈ ഡയറക്ഷനിൽ. പതനരശ്മി ഇതാ ഇങ്ങോട്ടേക്കും വരുന്നു, ഫോക്കസ് ദൂരം ഇങ്ങോട്ടേക്കും അളക്കുന്നു. അപ്പൊ ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? കോൺകേവ് ലെൻസിന്റെ എഫ് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവിന്റെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കുക കേട്ടോ. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഇസ് പോസിറ്റീവ്, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് ഇസ് നെഗറ്റീവ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആയിരിക്കും. അത് എപ്പോഴും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. നെക്സ്റ്റ് പവർ, നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് പവർ എന്ന് പറഞ്ഞാല്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P is equal to 1/f. ഫോക്കൽ ലെങ്ത് എത്രയാണോ അതിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പവർ എന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എഫ് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എപ്പോഴും എന്തിലേക്ക് മാറ്റണം, മീറ്ററിലേക്ക് മാറ്റണം. ഫോക്കസ് ദൂരം അധികവും നമുക്ക് സെന്റിമീറ്ററിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ആ സെന്റിമീറ്ററിലുള്ളതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് സെന്റിമീറ്ററിലുള്ളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം? സെന്റിമീറ്ററിലുള്ളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഇപ്പൊ 1 സെന്റിമീറ്റർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1/100 ചെയ്യാം. സെന്റിമീറ്ററിൽ തന്നതിന് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസിന്റെ എഫ് എപ്പോഴും എന്തായിരിക്കും നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ P is equal to 1/f എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എഫ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ പവറും എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫും പോസിറ്റീവ് ആയിരിക്കും. എഫ് പോസിറ്റീവ് ആണെങ്കിൽ എന്തും കൂടെ പോസിറ്റീവ് ആയിരിക്കും, പവറും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കോൺകേവ് ലെൻസിന്റെയോ, ഒരു കോൺകേവ് ലെൻസിന്റെ എഫ് എന്താന്ന് നമ്മൾ പഠിച്ചു, എഫ് നമ്മൾ നെഗറ്റീവ് ആയിരിക്കും എന്ന് പഠിച്ചു. എഫ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ പവറും എന്തായിരിക്കും,
പവറും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ പവർ നെഗറ്റീവ് ഉള്ള ഒരു ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം നെഗറ്റീവ് ഉള്ള ഒരു ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. അല്ലെങ്കിൽ പവർ പോസിറ്റീവ് എന്നുള്ള ഒരു ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതേപോലെ പവർ കാണുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എഫ് എന്ന് പറയുന്നത് മീറ്ററിലാണ് കേട്ടോ. എഫ് എപ്പോഴും മീറ്ററിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്നതിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. 100 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പവർ ഓഫ് എ ലെൻസ് ഈസ് +2d. ഡി എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ. പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ അല്ലെ? പവറിന്റെ യൂണിറ്റ് ഡി, ഡയോപ്റ്റർ. പവർ ഓഫ് എ ലെൻസ് ഇസ് +2d. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. +2d പവർ ഉള്ള ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. ഇവിടെ ഒരു ചോദ്യം ഇല്ല, എന്നാലും ഞാൻ ചോദിക്കുവാന്നേ, ഇത് ഏത് ലെൻസ് ആണ്? പവർ എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? +2d എന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരവും എന്തായിരിക്കും? ഫോക്കൽ ലെങ്തും പോസിറ്റീവ് ആയിരിക്കും. അത് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് കണ്ടുപിടിക്കണം. പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പി ഇസ് ഈക്വൽ ടു 1/f ആണ്. പക്ഷെ എഫ് എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. ഓക്കെ, പി ഇസ് ഈക്വൽ ടു 1/f ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു 1/p ആയിരിക്കും. ഓക്കെ, പി ഇസ് ഈക്വൽ ടു 1/f ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/p ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടുപിടിച്ചൂടെ? എഫ് ഇസ് ഈക്വൽ ടു 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ്. ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. പവറിലാണെങ്കിൽ അത് എന്തായിരിക്കും? പവർ അല്ലേ ഇപ്പൊ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. ഓക്കെ, 0.5 മീറ്റർ ആണ് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ. എഫ് ഈസ് ഈക്വൽ ടു 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. പവർ കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ എഫ് എപ്പോഴും എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പൊ ഇവിടെ കിട്ടിയ ആൻസർ 0.5 മീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ കണ്ടെത്തുക. ലെൻസ് ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ എപ്പോഴും ഫോക്കസ് ദൂരം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എഫ് എപ്പോഴും എന്തായിരിക്കും? കോൺകേവ് ലെൻസിന്റെ എഫ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് എത്രയായിരിക്കും? എഫ് 50 തന്നിട്ടുണ്ട്. പക്ഷെ അത് കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് അത് എന്തായിരിക്കും? -50 സെന്റിമീറ്റർ ആയിരിക്കും. മൈനസ് ഇടണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റി. -50 സെന്റിമീറ്റർ ഇടണം. എന്തുകൊണ്ടാണ് മൈനസ്? കാരണം അതൊരു കോൺകേവ് ലെൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് -50 സെന്റിമീറ്റർ. ഇനി പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. പി ഇസ് ഈക്വൽ ടു 1/f. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. പവർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 50 നമ്മൾ എന്ത് ചെയ്യണം? 50 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 50 ഡിവൈഡഡ് ബൈ -50 ഡിവൈഡഡ് ബൈ 100 -5 ഡിവൈഡഡ് ബൈ 10. എത്രയാണ്? -5 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാല് -0.5 മീറ്റർ. ഓക്കെ, -0.5 മീറ്റർ. -0.5 മീറ്റർ ആണ് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാല്. കഴിഞ്ഞോ? ഇല്ല. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പവർ ആണ്. പവർ പി ഇസ് ഈക്വൽ ടു 1/f ആണ്. എഫിന് ഇപ്പൊ ഓൾറെഡി നമ്മൾ മീറ്ററിലേക്കൊക്കെ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 1 മൈനസ് എത്രയാണ് നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടിയത്? 0.5. ഇത് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? ഡെസിമൽ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ 0.5നെ എന്ത് ചെയ്യാം? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മുകളിലും എന്ത് ചെയ്യണം? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും? 1 into 10. 10 divided by -0.5 into 10. എത്ര വരും? 10 divided by -5. ഓക്കെ, is equal to എത്ര വരും? 10 divided by -5 എത്ര വരും? -2. യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. -2d ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, യൂണിറ്റ് ഇടാൻ വേണ്ടി മറക്കരുത്. പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അപ്പൊ ഇതെന്ത് വരും? -2 ഡയോപ്റ്റർ.
അടുത്ത നമുക്കൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് പഠിക്കാനുള്ളത്, ലെൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലെൻസ് സമവാക്യം എന്ന് പറഞ്ഞാല്. അപ്പൊ നോക്കുക, 1/f is equal to 1/v minus 1/u. അത് ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ലെൻസ് സമവാക്യം അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാല് 1/f is equal to 1/v minus 1/u. ഇനിയിപ്പം 1/f ആയിരിക്കില്ല, നമ്മളോട് ചോദിക്കുക ഒന്നെങ്കിൽ ഫോക്കസ് ദൂരം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി. അപ്പൊ ഈ ലെൻസ് ഇക്വേഷനിൽ നിന്നും താഴെ കാണുന്ന ബാക്കി ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതിയതാണ്. f is equal to uv divided by u minus v. അതുപോലെ തന്നെ v is equal to uf divided by u plus f. u is equal to vf divided by f minus v. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ലെൻസ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ താഴെ കാണുന്ന എഫിന്റെയും വിന്റെയും യുവിന്റെയും ഇക്വേഷൻ എടുത്തെഴുതിയത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലെൻസ് ഇക്വേഷൻ നമുക്കറിയാം 1/f is equal to 1/v minus 1/u. അത് അതേപടി പഠിച്ചു വെക്കുക. നമുക്ക് വേണ്ടത് എഫ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/f is equal to u minus v divided by uv അല്ലെ. 1/f is equal to u minus v divided by uv. അങ്ങനെയാണെങ്കിൽ f is equal to എന്തായിരിക്കും? ഇതിന്റെ നേരെ റെസിപ്രോക്കൽ uv divided by u minus v. അതായിരിക്കും നമ്മുടെ എഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ നമുക്ക് വിന്റെ ഇക്വേഷൻ എഴുതാം. 1/f is equal to 1/v minus 1/u. അത് നമുക്കറിയാം. ഈ മൈനസ് 1/uനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്താകും? പ്ലസ് 1/u ആകും അല്ലെ. അപ്പൊ 1/f പ്ലസ് 1/u is equal to 1/v എന്ന് നമുക്ക് കിട്ടും. 1/f plus 1/u is equal to 1/v. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/v is equal to u plus f divided by uf അല്ലെ. u plus f divided by uf. ഇനി എന്ത് ചെയ്യാം? v കാണുക. 1/v is equal to u plus f divided by uf ആണെങ്കിൽ v എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, uf divided by u plus f. ഓക്കെ, അതാണ് എഫിന്റെ uv divided by u minus v, വിന്റെ uf divided by u plus f. ഇനി എങ്ങനെയാണ് u കണ്ടുപിടിക്കുന്നതെന്നും കൂടി നോക്കാം. വീണ്ടും ലെൻസ് ഇക്വേഷൻ നമുക്കറിയാം 1/f is equal to 1/v minus 1/u. അപ്പൊ ഈ മൈനസ് 1/uനെ നമുക്ക് ആദ്യം അതിനെ പ്ലസ് ആക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. മൈനസ് 1/uനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന എന്താണ്? പ്ലസ് 1/u അല്ലെ. 1/f പ്ലസ് 1/u is equal to 1/v. നമുക്ക് വേണ്ടത് യുവിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഈ പ്ലസ് 1/uനെ ഇവിടെ തന്നെ വെക്കാം. ഈ 1/fനെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 1/fനെ പ്ലസ് 1/fനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്താകും? minus 1/f. 1/u is equal to 1/v minus 1/f. ഓക്കെ അല്ലേ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/u is equal to, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ f minus v divided by v into f. ഓക്കെ, f minus v divided by v into f എന്ന് വരും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? 1/u is equal to f minus v divided by vf ആണെങ്കിൽ u is equal to എന്തായിരിക്കും? vf divided by f minus v. അതാണ് vf divided by f minus v. അപ്പൊ ലെൻസ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ഒന്നെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് എടുക്കുക എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇക്വേഷൻ മാറ്റി എഴുതുന്ന പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസും കൂടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 1/f is equal to 1/v minus 1/u. അതാണ് ലെൻസ് സമവാക്യം എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നും എടുത്തെഴുതിയതാണ് f is equal to uv divided by minus v, v is equal to uf divided by u plus f. അതുപോലെ തന്നെ u is equal to vf divided by f minus v. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫോക്കസ് ദൂരമാണ്. ഓക്കെ, ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞാല് ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. യു എന്ന് പറഞ്ഞാല് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. ഓക്കെ, ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. യു എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക. when an object is placed at a distance of 10 centimeter from a convex lens,
Its image is formed at a distance of 6 centimeter from the lens. Calculate the focal length. ഒരു വസ്തു കോൺവെക്സ് ലെൻസ് കേട്ടോ. ഒരു വസ്തു കോൺവെക്സ് ലെൻസിൽ നിന്നും 10 സെന്റിമീറ്റർ അകലെയായി വെക്കുമ്പോൾ അതിന്റെ പ്രതിബിംബം ലെൻസിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയായി രൂപപ്പെടുന്നുവെങ്കിൽ ആ ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. ഫോക്കസ് ദൂരം കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. ഇപ്പൊ ഇത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? 1/f is equal to 1/v minus 1/u എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്തെടുക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്നും 10 സെന്റിമീറ്റർ അകലെയായിട്ടാണ് ഒബ്ജക്ട് വെച്ചിരിക്കുക. അപ്പൊ അതെന്താണ്? യു ആണ് നമുക്ക് തന്നിട്ടുള്ളത് 10 സെന്റിമീറ്റർ. യു എപ്പോഴും എന്തായിരിക്കും? നമ്മൾ പഠിച്ചു യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത് എന്ത് വന്നിട്ടുണ്ട്? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 6 സെന്റിമീറ്റർ ആണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം വി എന്ന് പറഞ്ഞാൽ എന്താണ്? 6 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്താണ്? എഫ് കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യാ? ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എഫ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു യു എത്രയാണ്? -10 ഇൻറ്റു വി. വി എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ യു മൈനസ് വി. യു എന്ന് പറഞ്ഞാൽ -10 മൈനസ് 6. ഓക്കെ, -10 ഇൻറ്റു 6 എത്ര കിട്ടും? 60. -60 ഡിവൈഡഡ് ബൈ -16. മൈനസും മൈനസും നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ആവും. 60 ഡിവൈഡഡ് ബൈ 16 ചെറുതാക്കുവാണെങ്കിൽ എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ 4 കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. 15 ഡിവൈഡ് ബൈ 4 ചെയ്യുവാണെങ്കിൽ നമുക്ക് 3.75 ആണ് കിട്ടുന്നത്. ഓക്കെ, ചെയ്തു നോക്കുക കേട്ടോ. 3.75 സെന്റിമീറ്റർ. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 3.75. അപ്പം ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഇതുപോലെയുള്ള പ്രോബ്ലത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ലെൻസ് ഇക്വേഷൻ പഠിച്ചു വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ മാറ്റി ഇക്വേഷൻ എങ്ങനെയാ മാറ്റി എഴുതുന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? എഫിന്റെയും ബിന്റെയും യുവിന്റെയും ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഏറ്റവും നല്ലത് മാറ്റി എഴുതുന്നത് പഠിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. പഠിച്ചാൽ ഇൻ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കുക, മാഗ്നിഫിക്കേഷൻ. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം കുറച്ചും കൂടെ ഈ മാഗ്നിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മാഗ്നിഫിക്കേഷൻ ആവർത്തനം. എന്താണ് ആവർത്തനം എന്ന് പറഞ്ഞാല്? നമ്മൾ ഓൾറെഡി പഠിച്ചു, ഒരു പ്രതിബിംബം ഉണ്ടാകുന്നുണ്ട്, ഇമേജ് ഉണ്ടാകുന്നുണ്ട് എന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ഇമേജിന്റെ വലുപ്പത്തിന്റെ ആ ഒരു റേഷ്യോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത്, അതായത് ഇമേജിന്റെ വലുപ്പവും ഒബ്ജക്റ്റിന്റെ വലുപ്പവും തമ്മിലുള്ള റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മാഗ്നിഫിക്കേഷൻ എന്ന് പറയാ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് HI ഡിവൈഡഡ് ബൈ HO. ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HI ഡിവൈഡഡ് ബൈ HO. HI എന്ന് പറഞ്ഞാല് ഹൈറ്റ് ഓഫ് ദ ഇമേജ്, പ്രതിബിംബത്തിന്റെ ഉയരം. HO എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റിന്റെ ഉയരം, വസ്തുവിന്റെ ഉയരം. അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് നമ്മുടെ V/U. V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജിലേക്കുള്ള ദൂരം. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. ഇമേജ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് HI/HO വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് V/U വെച്ച് കണ്ടുപിടിക്കാം. ഇത് റേഷ്യോ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇറ്റ് ഈസ് ദ റേഷ്യോ. ഓക്കെ, റേഷ്യോ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല. ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദാ ഈ ഒരു സെക്ഷൻ. അതായത് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ പറയാൻ വേണ്ടി പറ്റും. അത് ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പോസിറ്റീവ് എം ആണ്, അതായത് ഇപ്പം എമ്മിന്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കാം. +1/3 അങ്ങനെ എന്തെങ്കിലും കിട്ടി. +1/3 ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എമ്മിന്റെ വാല്യൂ എം ഈസ് ഈക്വൽ ടു +1/3 എന്ന് കിട്ടി. അപ്പൊ എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാല് നിവർന്നതായിരിക്കും. ഓക്കെ, എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? നിവർന്നതായിരിക്കും. നിവർന്ന പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? നമ്മൾ പഠിച്ചു, മിഥ്യാ പ്രതിബിംബമാണ് എപ്പോഴും നിവർന്നിട്ടുണ്ടാവുക. അപ്പൊ പോസിറ്റീവ് എം ആണെങ്കിൽ എപ്പോഴും ആലോചിച്ച് വെക്കുക, പോസിറ്റീവ് എം ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, നിവർന്നതായിരിക്കും. അത് എപ്പോഴും വെർച്വൽ ഇമേജും ആയിരിക്കും. ഇനി നെഗറ്റീവ് എം ആണെന്ന് വിചാരിക്കുക. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാല് തല കീഴായതായിരിക്കും. തല കീഴായിട്ടുള്ള ഇമേജ് എന്തായിരിക്കും? എപ്പോഴും യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് ഇറക്റ്റ് ആണ്, നിവർന്നതാണ്. നിവർന്ന പ്രതിബിംബം എപ്പോഴും
മിഥ്യാപ്രതിബിംബം. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണ്. തലകീഴായ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? യഥാർത്ഥ പ്രതിബിംബം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഇനി എമ്മിന്റെ വാല്യൂ 1 കഴിഞ്ഞും കൂടുതലാണെങ്കിൽ ഇമേജിന്റെ സൈസ് എന്തായിരിക്കും? പ്രതിബിംബത്തിന്റെ സൈസ് വലുതായിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ 1 കഴിഞ്ഞും കുറവാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സൈസ് ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇനി എം ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് ഏതാണോ അതേ സൈസിലായിരിക്കും എന്ത് കിട്ടുക? ഇമേജും കിട്ടുക. ഓക്കെ, ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് വെർച്വൽ ഇമേജ് ആണ്. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നിവർന്നതാണ്, നിവർന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യാപ്രതിബിംബമാണ്. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് എപ്പോഴും റിയൽ ഇമേജ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്തായിരിക്കും? തലകീഴായതായിരിക്കും. തലകീഴായ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ഇനി എമ്മിന്റെ വാല്യൂ 1 കഴിഞ്ഞും കൂടുതൽ, ഇത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് ചിഹ്നം ഏതാണെന്നൊന്നും നോക്കണ്ട, വാല്യൂ മാത്രം നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. എമ്മിന്റെ വാല്യൂ 1 കഴിഞ്ഞും കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? വലുതായിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ 1 കഴിഞ്ഞും കുറവാണെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറുതായിരിക്കും. ഇനി എമ്മിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക. An object of length 4 centimeter height is placed on the principal axis of a convex lens at a distance of 30 centimeter from its optical center. The image was formed on the other side of the lens at a distance of 20 centimeter. നോക്കുക, 4 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു കോൺവെക്സ് ലെൻസിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെയായി വെച്ചപ്പോൾ അതിന്റെ പ്രതിബിംബം ലെൻസിന്റെ മറുവശത്ത് 20 സെന്റിമീറ്റർ അകലെയായി രൂപപ്പെട്ടു. ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷനിൽ നിന്നും അതിന്റെ നേച്ചർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതി വെക്കുക. ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് HO ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്? കോൺവെക്സ് ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായിട്ടാണ് വെച്ചത്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ വസ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. യു ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. പക്ഷേ യു എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ യു ഈസ് ഈക്വൽ ടു -30 സെന്റിമീറ്റർ. അടുത്ത് നോക്കുക, ദ ഇമേജ് വാസ് ഫോംഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെന്റിമീറ്റർ. ഇമേജ് ലെൻസിന്റെ മറ്റേ സൈഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്ട് വെച്ച സൈഡിലല്ല, മറുവശത്താണെന്ന് പറഞ്ഞിട്ട്. മറുവശത്ത് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? എപ്പോഴും മറുവശത്ത് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും അല്ലെ? അപ്പൊ ബിയും നമുക്ക് തന്നിട്ടുണ്ട്, മറുവശത്തായിരിക്കും. അപ്പൊ അതിൽ എന്ത് നെഗറ്റീവ് വേണ്ട, 20 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് കാര്യം ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം, യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് ബി. ഇനി ആ ലെൻസ് സമവാക്യത്തിൽ നിന്നും എടുത്ത് എഴുതുന്നില്ല, ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് ബി. യു അറിയാം എത്രയാണ്? -30. -30 ഇൻറ്റു ബി അറിയാം എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ -30 മൈനസ് 20. ഓക്കെ, -30 ഇൻറ്റു 20 എത്രയാണ്? -600 ഡിവൈഡഡ് ബൈ -30 മൈനസ് 20 എത്രയാണ്? -50. ഓക്കെ, ഇത് ചെയ്താല് -60 ഡിവൈഡഡ് ബൈ -5, മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് വരും? 60 ഡിവൈഡഡ് ബൈ 5. 60 ഡിവൈഡഡ് ബൈ 5 എത്രയാണെന്ന് ചെയ്ത് നോക്കുക. എത്രയാണ്? 12. ഓക്കെ, അപ്പൊ എഫ് നമുക്ക് എത്ര കിട്ടി? 12 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എഫും കൂടെ എഴുതി വെക്കാം. എഫ് ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 12 സെന്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദിസ് ഇമേജ്? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ ആണുള്ളത്. ഒന്ന് ഏതാണ്? HI ഡിവൈഡഡ് ബൈ HO എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ഇസ് ഈക്വൽ ടു V ബൈ U എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. HO നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ എന്തില്ല? HI ഇല്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ വേണ്ടി പറ്റൂല. പക്ഷെ വിയും നമ്മുടെ കയ്യിലുണ്ട്, യുവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് V ബൈ U എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മാഗ്നിഫിക്കേഷൻ കാണാം. M ഈസ് ഈക്വൽ ടു V ബൈ U. V എന്ന് പറഞ്ഞാൽ എത്രയാണ്? V എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. U എന്ന് പറയുമ്പോൾ ഇവിടെയും മൈനസ് എടുക്കാൻ മറക്കരുത്. U എന്ന് പറഞ്ഞാൽ -30. അപ്പൊ എത്ര വരും? M ഈസ് ഈക്വൽ ടു -2/3. 2/-3 എന്ന് പറയുന്നതും -2/3 എന്ന് പറയുന്നതും എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ,
അപ്പൊ എമ്മിന്റെ വാല്യൂ നമുക്ക് കിട്ടി, അതും കൂടെ നമുക്ക് എഴുതിയേക്കാം. എം ഇസ് ഈക്വൽ ടു -2/3. മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് ഉണ്ടോ? ഇല്ല കേട്ടോ, റേഷ്യോ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക, എമ്മിന്റെ വാല്യൂ -2/3. ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എമ്മിന്റെ വാല്യൂ -2/3. വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദ ഇമേജ്? പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എങ്ങനെയുള്ള പ്രതിബിംബമായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം മാഗ്നിഫിക്കേഷന്റെ വാല്യൂയിൽ നിന്ന് എങ്ങനെയാണ് പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതിയെടുക്കേണ്ടതെന്ന് അറിയാം അല്ലെ. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴും തലകീഴായതായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എമ്മിന്റെ വാല്യൂ ഇവിടെ എന്താണ്? മൈനസ് ആണ്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അത് എന്ത് ഇമേജ് ആയിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായിട്ടുള്ള പ്രതിബിംബമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് പോസിറ്റീവ് സൈനോടുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് നോക്കാം. 2/3. ഓക്കെ, 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറയുന്നത് 1ന് കഴിഞ്ഞും ചെറുതാണോ വലുതാണോ? എം എന്ന് പറഞ്ഞാൽ ഇവിടെ 1ന് കഴിഞ്ഞും ചെറുതാണ് അല്ലെ. എം 1ന് കഴിഞ്ഞും ചെറുതായതുകൊണ്ട് തന്നെ ഇവിടെ 2/3 എന്ന് പറഞ്ഞാൽ 1ന് കഴിഞ്ഞും ചെറുതാണ്. അപ്പൊ ചെറുതായതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും, അതായത് ചെറിയ പ്രതിബിംബമായിരിക്കും. ഓക്കെ, ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറിയ പ്രതിബിംബമായിരിക്കും. ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടി 12 സെന്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടി -2/3. മാഗ്നിഫിക്കേഷനിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നേച്ചർ ഓഫ് ദ ഇമേജ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The magnification of the image is placing image by placing an object in front of a lens on the principal axis -1/3. അപ്പൊ എം നമുക്ക് തന്നിട്ടുണ്ട്, ആദ്യം തന്നെ എടുത്തെഴുതാം. എം ഇസ് ഈക്വൽ ടു എത്രയാന്ന് തന്നിട്ടുണ്ട്? -1/3 ആണ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഇറ്റ് ഈസ്. ഓക്കെ, എമ്മിന്റെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? -1/3 ആണെന്ന് തന്നിട്ടുണ്ട്. എമ്മിന്റെ വാല്യൂ -1/3 ആണെങ്കിൽ നമുക്ക് ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എഴുതി നോക്കാം. എമ്മിന്റെ വാല്യൂ മൈനസ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഇൻവേർട്ടഡ് ആണ് അല്ലെ. നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. എടാ, ഏത് ലെൻസ് ആണ് തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം ഉണ്ടാക്കുന്നത്? കോൺവെക്സ് ലെൻസ് അല്ലേ. കോൺവെക്സ് ലെൻസ് മാത്രമേ എന്തുണ്ടാക്കുന്നുള്ളൂ? യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഇമേജ് എന്തായിരിക്കും? ഈ ഒരു ഇമേജ് റിയൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഏത് ഇമേജ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. സംശയമില്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് വസ്തു 2F വെച്ചിരിക്കുകയാണെങ്കിൽ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരയ്ക്കുക. വസ്തു 2F ആണെങ്കിൽ രേഖാചിത്രം നിങ്ങൾക്ക് വരച്ചൂടെ? എങ്ങനെ കിട്ടും? കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് വരക്കുവാണെങ്കിൽ ഇവിടെ എഫ് വരക്കും, ഇവിടെ 2F വരക്കും, എഫ് 2F. വസ്തു നമ്മൾ 2F വെക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രകാശരശ്മി പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അത് മുഖ്യ ഫോക്കസിലേക്കൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുക. മുഖ്യ ഫോക്കസിലേക്കൂടെ കടന്നു പോകും. രണ്ടാമത്തെ പ്രകാശരശ്മി പ്രകാശിക കേന്ദ്രത്തിലേക്കൂടി കടന്നു പോകും. പ്രകാശിക കേന്ദ്രത്തിലേക്കൂടെ കടന്നു പോകുന്നതിന് എന്തുണ്ടാകുന്നില്ല? വ്യതിയാനം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത് എവിടെ കൂട്ടിമുട്ടും? 2F തന്നെ കൂട്ടിമുട്ടും. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. 2F നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എവിടെ തന്നെയായിരിക്കും? 2F തന്നെയായിരിക്കും. സൈസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ലാസ്റ്റ് സെക്ഷൻ ആണ് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നോക്കാം. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് ലെൻസ് ആണ്. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഒബ്ജക്റ്റീവ് ലെൻസും രണ്ടാമത്തത് ഐപീസും. നമ്മൾ ഒബ്ജക്റ്റിന്റെ അടുത്ത്, വസ്തുവിന്റെ അടുത്ത് വെക്കുന്ന ലെൻസിനെയാണ് എന്തെന്ന് പറയാം? ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയാം. നമ്മൾ ഏത് ലെൻസിലൂടെയാണോ നോക്കുന്നത് അതാണ് എന്തെന്ന് പറഞ്ഞാല് ഐപീസ് എന്ന് പറഞ്ഞാല്. അപ്പൊ 2 ലെൻസ് ആണുള്ളത്. ഒന്നാമത്തത് ഒബ്ജക്റ്റീവ് ലെൻസും രണ്ടാമത്തത് ഐപീസും. ഇനി 2 ലെൻസും എന്ത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന 2 ലെൻസും, അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് ആയിക്കോട്ടെ ഐപീസ് ആയിക്കോട്ടെ, രണ്ടും എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇതില്, അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. പക്ഷെ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം, മാറിപ്പോരുത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. ഐപീസിൽ
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവും ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലുമായിരിക്കും. ഇനി ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ എന്തിനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടിയാൽ തന്നെ എന്ത് ചെയ്യും? ആ മാഗ്നിഫിക്കേഷൻ കുറഞ്ഞുകൊണ്ട് വരും, പ്രതിബിംബത്തിന്റെ വലിപ്പം കുറയും. നമുക്ക് കുറയ്ക്കുകയാണോ വേണ്ടത്? അല്ല, നമുക്ക് എന്ത് ചെയ്യാം? വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടാൻ വേണ്ടി പാടില്ല. ഓക്കെ അല്ലേ? ഇനി ഒന്നാമത്തെ ലെൻസ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ പഠിച്ചു വെക്കുക. അതെന്താണ്? റിയൽ ഇമേജ് ആയിരിക്കും, അതായത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? തല കീഴായതായിരിക്കും. അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും, അതായത് എന്താണ്? പ്രതിബിംബത്തിന്റെ വലിപ്പം, പ്രതിബിംബം വലുതായിരിക്കും, വസ്തുക്കളെക്കാളും വലുതായിരിക്കും. ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് ഏത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഐപീസ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ്. ഐപീസ് ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമാണ്, വലുതാണ്, നിവർന്നതാണ്. മിഥ്യാപ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? നിവർന്നതായിരിക്കും. സൈസ് എന്താണ്? വലുത് തന്നെയാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വലുത് തന്നെയാണ് ആരുണ്ടാക്കുക? ഐപീസ് ഉണ്ടാക്കുക. അപ്പൊ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഐപീസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, മാറിപ്പോയരുത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കസ് ദൂരം കുറവായിരിക്കും. ഐപീസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, മാറിപ്പോവാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഇമേജ് ഉണ്ടാകുന്ന സ്റ്റെപ്സ് ആണിത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ ഒന്നാമത്തെ ലെൻസ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ എഫിന്റെയും 2f-ന്റെയും ഇടയിലായിട്ട് ആര് വെക്കുന്നു? വസ്തുവിനെ വെക്കുന്നു. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മുന്നില് വസ്തുവിനെ നമ്മൾ എഫിന്റെയും 2f-ന്റെയും ഇടയിലായിട്ട് വെക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്കറിയാം, ഒരു കോൺവെക്സ് ലെൻസിൽ എഫിന്റെയും 2f-ന്റെയും ഇടയിൽ വെച്ചാൽ എവിടെയായിരിക്കും നമുക്ക് പ്രതിബിംബം ലഭിക്കുക? നമുക്ക് 2f-ന്റെ അപ്പുറത്ത്, ഇതേ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2f-ന്റെ അപ്പുറത്ത് വലുതും റിയലും ഇൻവേർട്ടഡുമായ, യഥാർത്ഥവും അതുപോലെ തന്നെ തലകീഴായതും വലുതുമായ ഒരു പ്രതിബിംബം 2f-ന്റെ അപ്പുറത്ത് ഉണ്ടാകും. അതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇനിയാണ് രണ്ടാമത്തെ ലെൻസ് വരുന്നത്, ഐപീസ്. നമുക്ക് ആദ്യം കിട്ടിയ പ്രതിബിംബം, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നും കിട്ടിയ പ്രതിബിംബമാണ് ഐപീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആക്ട് ആസ് ദി ഒബ്ജക്റ്റ് ഫോർ ദ ഐപീസ്. ഐപീസിന്റെ വസ്തുവായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? ഒബ്ജക്റ്റീവ് ലെൻസിൽ ഉണ്ടായ പ്രതിബിംബമാണ് ഐപീസിന്റെ വസ്തുവായിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഐപീസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ഐപീസിന്റെ എഫിന്റെയും ഒന്റെയും ഇടയിലാണ് ഈ വസ്തു വരിക. അപ്പൊ എഫിന്റെയും ഒന്റെയും ഇടയിലാണെങ്കിൽ വസ്തു വെക്കുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും, വലുതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, മിഥ്യാപ്രതിബിംബമായിരിക്കും, നിവർന്നതായിരിക്കും, സൈസ് വലുതായിരിക്കും. ഓക്കെ അല്ലേ? ഈ സ്റ്റെപ്സ് നോക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ എഫിന്റെയും 2f-ന്റെയും ഇടയിലായിട്ട് നമ്മൾ വസ്തു വെക്കുന്നു. രണ്ടാമത്തത്, അപ്പൊ എന്ത് സംഭവിക്കും? ലാർജ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും. എവിടെയായിരിക്കും? 2f-ന്റെ അപ്പുറത്ത്. ഇതേ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2f-ന്റെ അപ്പുറത്ത് യഥാർത്ഥവും തലകീഴായതും വലുതുമായ പ്രതിബിംബം ഉണ്ടാകും. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ പ്രതിബിംബമാണ് ഐപീസിന്റെ വസ്തുവായിട്ട് ആക്ട് ചെയ്യുക. ഈ ഇമേജ് ആണ് ഐപീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക. അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം എന്താണ്? ലാർജ് ഇറക്റ്റ് വെർച്വൽ ഇമേജ്. ഓക്കെ, മിഥ്യാ പ്രതിബിംബമായിരിക്കും, നിവർന്നതായിരിക്കും, വലുതായിരിക്കും. ഇനി അടുത്ത് നോക്കുക, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലെൻസ് ആണുള്ളത്. ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐപീസും ഉണ്ട്. പക്ഷെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഇവിടെ കൂടുതൽ, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. നേരത്തെ മൈക്രോസ്കോപ്പിന്റെ കേസിൽ ഏതായിരുന്നു? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരുന്നു, ഐപീസിന്റെ കൂടുതലായിരുന്നു. ഇവിടെ നേരെ തിരിച്ച്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എത്തുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ അപ്പേർച്ചറും കൂടുതലായിരിക്കും, ഐപീസിന്റെ അപ്പേർച്ചർ സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞാല് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോൾ ആണ്. യഥാർത്ഥ പ്രതിബിംബമാണ്, തലകീഴായതാണ്, പക്ഷെ വലിപ്പം എന്താണ്? ചെറുതായിരിക്കും. ഇനി ഇവിടെ നോക്കുക, വെർച്വൽ ആണ്, മാഗ്നിഫൈഡ് ആണ്, ഇറക്റ്റ് ആണ്. ഐപീസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്ന് പറയുമ്പോൾ മിഥ്യാ പ്രതിബിംബമാണ്, നിവർന്നതാണ്, വലുതാണ്. ഇതിന്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കി വെക്കുക. ഇവിടെ ആദ്യം നമ്മൾ എന്തിനാ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്?
അങ്ങ് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും, വളരെ അകലെയായിരിക്കും, അനന്തതയിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയാ. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്താണ്? സ്മോൾ ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. യഥാർത്ഥ പ്രതിബിംബമാണ്, തലകീഴായതാണ്, ചെറുതാണ്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കിയ പ്രതിബിംബമാണ് ആരുടെ വസ്തുവായിട്ട് ആക്ട് ചെയ്യുക? ഐപീസിന്റെ വസ്തുവായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ഐപീസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്ന് പറയുമ്പോൾ ലാർജ് ആണ്, ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്. ഓക്കെ, മിഥ്യാ പ്രതിബിംബമാണ്, വലുതാണ്, നിവർന്നതായിരിക്കും. ഓക്കെ, ആ കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ നോക്കുക, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. പക്ഷേ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന്റെ കേസിൽ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. ആ കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ റേ ഡയഗ്രാം വരക്കാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചു പഠിക്കുക. ഒരു വസ്തു എവിടെയാണ് വെക്കുമ്പോൾ, ഒരു വസ്തു വെക്കുന്ന സമയത്ത് അതിന്റെ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുക എന്നുള്ളത് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ വരക്കാനും കൂടെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.